എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഇന്ന് ഓണമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ. ഞാൻ രാവിലെ എനിക്ക് കുളിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ക്ലീനിങ് വർക്ക്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുളിക്കാൻ പോയത്. കണ്ണിലെ മൈലാഞ്ചി ഇന്നലെ സാനി ഇട്ടുന്നതാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിച്ചിട്ടുള്ളത്. പിന്നെ പൂക്കളൊക്കെ ഞാൻ തലേ ദിവസം തന്നെ നന്നാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കിനി ജസ്റ്റ് പോയി പൂക്കളം ഇട്ടാൽ മാത്രം മതി. നമ്മുടെ അടുക്കളയിൽ അമ്മ തകൃതിയായിട്ട് കറികളും സദ്യക്കുള്ള കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയേ ഉള്ളൂ, നമുക്ക് വേഗം പോയിട്ട് പൂക്കളിടാം. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ തുടങ്ങാം അല്ലേ. ഞാൻ താഴേക്ക് പോട്ടെ കേട്ടോ. ഞാൻ പൂക്കളിടാനായിട്ടൊരു ഡിസൈനൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതേപോലെയൊക്കെ നടക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഇട്ട് തുടങ്ങാം. ഇട്ട് തുടങ്ങി അവസാനിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈനായിട്ട് മാറും അത്. അപ്പോൾ നമുക്ക് ഇട്ട് തുടങ്ങാം കേട്ടോ. നമുക്ക് കുറേ പൂക്കൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പച്ചപ്പൂ മാത്രം കിട്ടിയില്ല. ബാക്കി ഒരുവിധം എല്ലാ പൂക്കളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ പൂക്കളിട്ടിട്ട് ഏകദേശം നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ മോഡലിൻ്റെ ഏകദേശം ഒരു സാദൃശ്യം ഈ ഒരു പൂക്കളത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടിയല്ലോ. എനിക്ക് ഈ ഓണത്തിനൊക്കെ അത്യാവശ്യം വലിയ പൂക്കളിടാനാണ് കേട്ടോ ഇഷ്ടം. ഞാൻ അല്ലാത്ത ദിവസങ്ങളിലും അത്യാവശ്യം വലിയ പൂക്കളാണ് ഇടുക. പക്ഷേ ഓണത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ കൊല്ലം ഓണത്തിന് നമ്മൾ ശംഖിൻ്റെ ഷേപ്പുള്ള ഒരു പൂക്കളാട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് കുറേ പൂക്കൾ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇനി ചതയും അവിട്ടം ചതയൊക്കെ വരുന്നുണ്ടല്ലോ, അന്ന് കുഞ്ഞു കുഞ്ഞു പൂക്കളങ്ങൾ ഇടാന്ന്. അപ്പോഴത്തേക്കും അച്ഛൻ അമ്പലത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പായസം നമ്മുടെ അപ്പുറത്ത് 2-3 വീടുകളുണ്ട് കേട്ടോ, അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ അച്ഛൻ ഇറങ്ങി. ഞങ്ങളുടെ അവിടെ ഇങ്ങനെ ഓണം, വിഷു അങ്ങനെയുള്ള ദിവസങ്ങളിൽ പൊതുവേ എല്ലാ വീടുകളിലും ഉച്ചയ്ക്ക് ഹെവി ആയിട്ടുള്ള ഫുഡായിരിക്കുമല്ലോ, സദ്യ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ രാവിലെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുള്ളൂ കേട്ടോ. ഒന്നില്ലെങ്കിൽ അവൽ നനയ്ക്കും, അല്ലെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കും. ഇന്നിപ്പോൾ ഞാൻ സ്മൂതി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെ നല്ല കട്ടിയായിട്ടുള്ള സ്മൂതി ആട്ടോ ഇഷ്ടം. അതിൽ കുറച്ചിങ്ങനെ നട്ട്സിൻ്റെ പീസസൊക്കെ കടിക്കാൻ കിട്ടിയാൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി സ്മൂതിയൊക്കെ റെഡിയാക്കി എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അങ്ങനെ ഞാനും സ്മൂതി കുടിച്ചു. ഇന്ന് ഞാൻ സ്മൂതി കുടിക്കേണ്ടെന്ന് വിചാരിച്ചതാണ്, വല്ല അവൽ നനച്ച് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചതാട്ടോ. പക്ഷേ ഈ സ്മൂത്തി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ നട്ട്സിനെ ഭയങ്കരമായിട്ട് കടിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ വീട്ടിലിപ്പോൾ എന്തൊക്കെ റെഡി ആയിട്ടുണ്ട് നോക്കിയാലോ. ഈ സമയം കൊണ്ട് ആയിട്ടുള്ളത് അവിയലായിട്ടുണ്ട്, പിന്നെ പയറുപ്പേരി, പയറൊക്കെ ഇന്നലെ അരിഞ്ഞു വെച്ചതുകൊണ്ട് ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. പിന്നെ കയ്പ്പയ്ക്ക വറുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ നല്ല തേങ്ങയൊക്കെ വറുത്തരച്ച് വെച്ചിട്ടുള്ള സാമ്പാർ ഉണ്ടായിരുന്നു. പിന്നെ ഇതിലെന്താ, ഇത് മത്തങ്ങ എരിശ്ശേരിയാണ് കേട്ടോ. പിന്നെ അപ്പുറത്ത് അച്ചാറുണ്ട്. അച്ചാറൊക്കെ നമ്മൾ തലേ ദിവസം ഉണ്ടാക്കി. അതേപോലെ കാളനും പുളിഞ്ചും ഒക്കെ നമ്മൾ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രസം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഓൺ ദ വേ ആണ് പ്രിപ്പറേഷൻ. ഇനി നേരെ ഞാൻ മോളിക്ക് പോയിട്ടോ. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇതാ ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടില്ല. എനിക്കിങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നല്ല ഇങ്ങനെ സൂപ്പറായിട്ടിരിക്കുന്ന റൂം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ക്ലീനാക്കി വെച്ചിട്ട് ഞാൻ അപ്പുറത്ത് പോയി ചുമ്മാ ഇരുന്നപ്പോൾ അച്ഛൻ ഈ സാമ്പ്രാണി ഉണ്ടല്ലോ, അതിങ്ങനെ പുകയ്ക്കാൻ കൊണ്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഇഷാ ടെമ്പിളിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. നല്ല മണമാണ് ഈ ഒരു സാമ്പ്രാണിക്ക്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സനയും ടെസ്നയും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഞാൻ ഓണത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാളെയും കൂടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവൾക്ക് ഡ്യൂട്ടി ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല. അങ്ങനെ വന്നിട്ട് നമ്മൾ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നന്നാരി സർബത്താട്ടോ കൊടുത്തത്. അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചോണ്ട് ചെറിയൊരു കയ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അവർ നല്ല ആക്ഷനൊക്കെ ഇട്ടിട്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞിട്ട് ഞാൻ അവരെൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി കേട്ടോ. റൂമിൽ അങ്ങോട്ട് കയറിയപ്പോൾ തൊട്ട് തുടങ്ങിയ ഒരുക്കാണ് കേട്ടോ, രണ്ടെണ്ണം കൂടിയിട്ട്. തസ്നയ്ക്ക് പിന്നെ മുടി എത്ര കിട്ടിയാലും അങ്ങോട്ട് റെഡി ആവില്ല. അങ്ങനെ അവൾ വീണ്ടും വീണ്ടും മുടിയുമ്പോൾ തന്നെ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ സന ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി ലുക്കായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മിറർ കണ്ടാൽ മിറർ സെൽഫി എടുത്തില്ലെങ്കിൽ എന്താ അറിയില്ല, ഒരു വിഷമാണല്ലേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് താഴേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ ഓഫീസിലെ മുസ്താഖേട്ടനും പിന്നെ മുസ്താഖേട്ടൻ്റെ ഫാമിലിയും കേട്ടോ, അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഒട്ടും വൈകിച്ചില്ല, ഞങ്ങൾ നേരെ സദ്യ കഴിക്കാൻ പോയിട്ടോ. സദ്യക്ക് കുറേ കൂട്ടം കറികളുണ്ടായിരുന്നു. എനിക്ക് മൊത്തത്തിൽ അങ്ങനെ സൂം ചെയ്തെടുക്കാനൊന്നും പറ്റില്ല, എന്നാലും ഞാൻ പറയാം. സാമ്പാറുണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, കാളൻ ഉണ്ടായിരുന്നു, പുളിഞ്ചി, പിന്നെ മത്തങ്ങരിശ്ശേരി ഉണ്ടായിരുന്നു, പിന്നെ പയറുപ്പേരി ഉണ്ടായിരുന്നു, അച്ചാറ്, പൈനാപ്പിൾ കിച്ചടി, പിന്നെ ബീട്രൂട്ട് പച്ചടി പൈനാപ്പിൾ പച്ചടിയും ബീട്രൂട്ട് കിച്ചടിയോ തോന്നുന്നു കേട്ടോ, മാറിപ്പോയതാണ്. പിന്നെ എന്താ, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ കയ്പ്പയ്ക്ക വറുത്തതുണ്ടായിരുന്നു. പിന്നെ പായസം പാലട പായസമായിരുന്നു കേട്ടോ. അമ്മ അത്യാവശ്യം നന്നായി സദ്യയൊക്കെ ഉണ്ടാക്കും. ഓണത്തിനും വിഷുവിനൊക്കെ അമ്മയ്ക്ക് ഇങ്ങനെ കുറേ കൂട്ടം കറികളായിട്ട് കഴിക്കുന്നുള്ള നിർബന്ധം കേട്ടോ. അച്ചപ്പോഴും പറയും ഇത്രയൊന്നും കറികൾ വേണ്ടാന്ന്, പക്ഷെ അമ്മയ്ക്ക് അത് നിർബന്ധമാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒരു ഫാമിലി ഫോട്ടോ എടുക്കാൻ നേടി ഇതാട്ടോ ഞങ്ങൾ ഒരേപോലെ വാങ്ങിയിരുന്ന ആ ഒരു ഡ്രസ്സ്. ആ ഡ്രസ് കോഡ് ഇതായിരുന്നു. പിന്നെ വേഗം സനേനെയും തസ്നേനെയും ഒക്കെ ബസ് കയറ്റാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി വിട്ടു. അത് കഴിഞ്ഞ് ഒരു 5:30-6 മണിക്ക് ആയപ്പോഴേക്കും അതാ എൻ്റെ കസിനാട്ടോ, അമ്മയുടെ ചേച്ചിയുടെ മോളും ഭർത്താവുമാണ്.
മറ്റേ നമ്മുടെ ആൻറ്റിയുടെ വീട്ടിൽ കൊടുത്തിട്ട വേഫർ ബിസ്ക്കറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ രാത്രി ഇവർ ഇവിടെ നിന്നായിരുന്നു ഫുഡ് കഴിക്കാൻ വന്നത്. അപ്പോൾ ഞങ്ങൾ ചിക്കൻ കൊണ്ടാട്ടം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വന്നിട്ട് അച്ഛനവിടെ ബില്ലൊക്കെ പേ ചെയ്യാൻ നിൽക്കുകയാണ്. പിന്നെ എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചൊക്കെ ഇരിക്കുമല്ലോ. ഇത് ഊണോ കാർഡ്സ് ആട്ടോ. ദത്തേട്ടൻ കൊടുന്ന എന്താണ് എനിക്ക് കളിക്കാൻ അറിയില്ലായിരുന്നു. ദത്തേട്ടൻ പഠിപ്പിച്ചു തന്നു. പക്ഷേ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആട്ടോ ഊണോ കാർഡ്സ് കളിക്കാൻ, എനിക്കിഷ്ടമായി. അത് ഇനി വീണ്ടും നമ്മൾ ഉള്ളി വരുന്നിരുന്ന് കുറച്ച് നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അപ്പോൾ സദ്യ തന്നെയായിരുന്നു, ഉച്ചത്തെ ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ആ ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് പോണ നേരത്ത് ദത്തേട്ടൻ്റെ അമ്മയും അച്ഛനും കുറച്ച് തീർത്ഥാടനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കിട്ടിയ പ്രസാദമാണ് കേട്ടോ. അപ്പോൾ ആ സ്വീറ്റ്സൊക്കെ കുറച്ച് തന്നു. അങ്ങനെ അവർ പോയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം എന്ത് പെട്ടെന്ന് തീർന്നല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ടാറ്റാ.